ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം സിലു ടോക്സിൽ ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. കുറച്ചു കാലമായിട്ട് പുള്ളിക്കാരി ഇത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമായിരുന്നു. പല വീഡിയോകളിലും ഹസ്ബൻഡുമായിട്ടായിരുന്നു വന്നിരുന്നത്. എന്നാൽ കുറച്ചു കാലമായിട്ട് ഹസ്ബൻഡുമായിട്ട് ഇവർ വീഡിയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പലരും സംശയം ഉന്നയിച്ചിരുന്നു, നിങ്ങൾ ഡിവോഴ്സ് ആയോ എന്നൊക്കെ. എന്നാൽ അതിനൊരു മറുപടി ഇവർ കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല, ഇവർ ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവരുടെ പേഴ്സണൽ ലൈഫാണിത്, ഇതിട്ട് ആരും റിയാക്ട് ചെയ്യരുത്, കാരണം അവർക്ക് മക്കളുണ്ട്, അതുകൊണ്ട് അവരുടെ ഭാവി ഇത് ബാധിക്കും, ഇത് റിയാക്ട് ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫാമിലി സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു സമൂഹത്തിൽ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഞാനും എൻ്റെ 5 മക്കളും സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുകയാണ് ഒരു വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ്. ഇവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇവർ ഭർത്താവുമായിട്ട് പിരിഞ്ഞ കാര്യം എന്തുകൊണ്ട് മുമ്പേ പറഞ്ഞില്ല. അതിനൊരു റീസൺ പറയുന്നുണ്ട്. കാരണം ഒറ്റയ്ക്കാണ് ഇവർ താമസിക്കുന്നത്, ഒറ്റയ്ക്കൊരു വീട്ടിൽ. അങ്ങനെ വരുമ്പോഴത്തേനും ഒരുപാട് ന്യൂസൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മക്കൾ ഒറ്റയ്ക്കാവും. അത് ഇവർക്ക് സഹിക്കാൻ കഴിയില്ലെന്നാണ് ഇവർ പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കുവാണെങ്കിൽ അത് ശരിയാണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇപ്പോഴുള്ളത്. ഓരോ കുടുംബത്തിലെ 5 പേരൊക്കെ തലക്കടിച്ച് കൊന്നു എന്നൊക്കെ ന്യൂസിൽ നമ്മൾ കേട്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസിലും പറയാം എന്ന് വിചാരിച്ചു. ഇവർ ഈ പറയുന്ന കാര്യത്തിൽ സത്യമുണ്ട്. കാരണം ഇവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവരിത് പറയാറുന്നത്. നമുക്ക് ആ അവസ്ഥ വരുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം സിലു മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മുടെ ഫാമിലി പോലെയാണ്. അതായത് ഫാമിലിയിലെ ഭർത്താവും കുട്ടികളും ഒക്കെ ആയിട്ടാണ് സിലു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊരാൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ആളുകൾ ചോദിക്കും, അത് അവരുടെ കുഴപ്പമല്ല. സിലു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബറാണ്. അതുകൊണ്ട് സിലുവിൻ്റെ വീഡിയോസൊക്കെ ആളുകൾ കണ്ടിട്ട് സിലുവായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് കുറേ കാലം ഒരാളെ കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മിസ്സിങ് തോന്നും. അവർ ചോദിക്കും എന്ത് പറ്റിയെന്ന്. നിങ്ങൾ അവസാനം ഇട്ട വീഡിയോയ്ക്ക് ഏകദേശം 16 ലക്ഷം വ്യൂസ് വന്നിട്ടുണ്ട്. അത്രയും ആളുകൾ കാണുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്. അതുകൊണ്ട് ആളുകൾ ചർച്ച ചെയ്യും. അത് ആളുകളുടെ പ്രശ്നമല്ല. ഈ ഫാമിലി ബ്ലോഗ് ചെയ്യുന്നവരുടെ ലൈഫ് സ്റ്റൈലും അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആളുകൾ വീഡിയോ കാണുന്നത്. സിലു ഇട്ട വീഡിയോയ്ക്ക് നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്തു. എന്നാൽ അത് റിയാക്ട് ചെയ്ത യൂട്യൂബേഴ്സിൽ നിന്നും അത്രയും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത്രയും വ്യൂസ് ഒന്നും ഇല്ല. കാരണം സിലു പറയുന്ന കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. അത്രയും ആളുകൾ സിലുവിനെ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് സിലു ഇങ്ങനെ പേടിക്കുന്നത്? 100ൽ 100 പേരെ സംതൃപ്തിപ്പെടുത്തിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. 100ൽ 10 പേരെങ്കിലും നമ്മളെ കേൾക്കാനുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മളെ കേൾക്കാൻ തയ്യാറാകുന്ന ആ 10 പേരെ ജെനുവിൻ ആയാൽ മതി. അതിന് മുമ്പ് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. വീഡിയോസ് എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന, നല്ല രീതിക്ക് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരോടും, അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പല രീതിക്ക് വളച്ചൊടിച്ച് അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് റിയാക്ഷൻ ചെയ്ത് ഈ സമൂഹത്തിന് മുമ്പിൽ ദയവേത് എൻ്റെ മക്കളെ ഓർത്ത്, എനിക്ക് 5 മക്കളാണ്, അവരുടെ ഭാവി ഓർത്ത് ഇവരുടെ വീഡിയോ ആരും എടുത്ത് റിയാക്ട് ചെയ്തെന്നല്ല ഇവർ പറയുന്നത്. അത് വളച്ചൊടിച്ചിട്ട് വേറൊരു രീതിയിലേക്ക് എത്തിക്കരുത്, അങ്ങനെയാണ് പറയുന്നത്. ഇത് ശരിക്കും കണ്ടു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അറിയാത്ത കാര്യങ്ങൾ പല രീതിക്ക് വളച്ചൊടിച്ച് അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് റിയാക്ഷൻ ചെയ്ത് ഈ സമൂഹത്തിന് മുമ്പിൽ ദയവേത്. പിന്നെ പലരും പറയുന്നുണ്ട്, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടാണോ ഭർത്താവുമായിട്ട് വന്ന് കളിച്ച് ഇരിച്ചിട്ട് വീഡിയോ വന്നിട്ട് ആളുകളെ പറ്റിച്ചെന്ന്. നമ്മുടെ വീട്ടിൽ പ്രശ്നമുണ്ട്, അത് നമ്മൾ അവരെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, പബ്ലിക്കിനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രശ്നം വരുന്നത് നമുക്കുള്ളിലാണ്, പബ്ലിക്കിനെ അത് കാണിക്കേണ്ട ആവശ്യമില്ല. പബ്ലിക്കിനെ ബാധിക്കുന്ന കാര്യമല്ലത്. ഇവരുണ്ടാക്കിയ വീട്ടിൽ നിന്നാണ് ഇവർ ഇറങ്ങി വന്നത്. എന്നിട്ട് ഇവർ വേറൊരു വീട്ടിൽ താമസിക്കുകയാണ്. ഇവർ മക്കളെയും കൊണ്ടാണ് വന്നത്. എന്നിട്ടും ആൾക്കാർ കമന്റ് ബോക്സിൽ ചോദിക്കുകയാണ്, മക്കൾ ബാധ്യതയായിട്ടാണോ സെപ്പറേറ്റ് ആയെന്ന്. അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? കാരണം അവർ മക്കളെ നല്ലപോലെ നോക്കുന്നുണ്ട്. കാരണം മക്കളെ വിളിച്ചുകൊണ്ടാണ് ഇറങ്ങി വന്നത്. ആ ഒരു ബോധമെങ്കിലും എല്ലാവർക്കും വേണം. ആള് നാട് വിട്ടോ, ആള് വേറെ പെണ്ണ് കെട്ടിയോ, ആളെ ഞാൻ ചതിച്ചിട്ട് വന്നതാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇവരുണ്ടാക്കിയതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഒറ്റയ്ക്ക് താമസിക്കാനാണ് വന്നത്. അല്ലാതെ ഇവരെല്ലാം എടുത്തോണ്ടേ അല്ല വന്നത്. ഭർത്താവിനെ ഒന്നും അല്ലാതാക്കിയിട്ടല്ല വന്നത്. അവിടെ എല്ലാം ഇട്ടെറിഞ്ഞിട്ടാണ് വന്നത്. ഇപ്പൊ ഇവരാണ് ഒന്നും അല്ലാതായിരിക്കുന്നത്. ഞാൻ ഇവരുടെ വീഡിയോ ശ്രദ്ധിച്ചു കണ്ടു. അതിൽ നിന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇവർക്ക് ഇവരുടെ ഭർത്താവിനെ കുറിച്ച് പറയാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ നമുക്കത് പറയാനുള്ള റൈറ്റ് ഇല്ല. കാരണം ഇവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വളച്ചൊടിച്ചിട്ട് എന്തെങ്കിലും പറയാനായിട്ടുള്ള റൈറ്റ് നമുക്കില്ല. കാരണം ഇവരുടെ ലൈഫിൽ സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമായിട്ട് പോലും നമുക്കറിയില്ല. അത് ഇവർ പറഞ്ഞിട്ടില്ല. ഏകദേശം ഒരു രൂപമൊക്കെയാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അത് പലരും വളച്ചൊടിച്ചിട്ട് വേറെ രീതിയിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇവരുടെ ഭർത്താവ് വന്നിട്ട് ഇവരെന്നോട് തെറ്റിയെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്ത സന്ദർഭത്തിൽ പോലും ആളുകൾ ഇവരെ ബ്ലെയിം ചെയ്യുകയാണ്. ഇവർ ഡിവോഴ്സ് ആയ കാര്യം ആരോടും പറയാനായിട്ട് ഇവർക്ക് താല്പര്യമില്ലായിരുന്നു. ഇവർക്ക് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇവർക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമന്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞു, എന്തുകൊണ്ട് ഭർത്താവിനെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നില്ല, ഭർത്താവായിട്ട് എന്ത് സംഭവിച്ചു, അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ആളുകൾ ചോദിച്ചു. അതിന്റെ പേരിലാണ് ഇവരിപ്പോൾ പറയേണ്ടി വന്നത്. ഇവർ പറയുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഇവർ ഈ കാര്യം പറയില്ലായിരുന്നു എന്നാണ്. പിന്നെ ഞാൻ കുറേ വീഡിയോ എടുത്തു നോക്കിയപ്പോൾ കണ്ടായിരുന്നു, പേഴ്സണൽ കാര്യങ്ങൾ കുറേ പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. കാരണം പേഴ്സണൽ കാര്യം എന്തിനാണ് വീഡിയോ പറയുന്നത്, അത് പറഞ്ഞു പോകുന്നതാണെന്ന് അറിയത്തില്ല. പക്ഷേ സിലു പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് ചർച്ച ചെയ്യും. ആളുകൾ നല്ലപോലെ വ്യൂസ് കിട്ടുന്ന കണ്ടന്റാണിത്. ഇതെടുത്ത് റിയാക്ട് ചെയ്യും. കാരണം എല്ലാവർക്കും വ്യൂസ് ആണ് പ്രധാനം. കേസ് എന്തൊക്കെയായാലും എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.